EWS സർട്ടിഫിക്കറ്റ് അഥവാ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻ സർട്ടിഫിക്കറ്റ്. എങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ടതെന്നും ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുള്ള പ്രയോജനങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. EWS സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അപേക്ഷയോടൊപ്പം എന്തൊക്കെ രേഖകൾ നൽകണമെന്നും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. +1-ന് EWS സർട്ടിഫിക്കറ്റുള്ള വിദ്യാർത്ഥികൾക്ക് 10% സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. ഇനി EWS സർട്ടിഫിക്കറ്റ് ആർക്കൊക്കെ ലഭിക്കും എന്ന് നോക്കാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ജനറൽ കാറ്റഗറിയിൽപ്പെടുന്ന ഹിന്ദു വിഭാഗത്തിനും അതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിനും ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അക്ഷയ സെൻറ്റർ വഴി EWS ലഭിക്കുകയില്ല. അപേക്ഷ നൽകേണ്ടത് വില്ലേജ് ഓഫീസിലാണ്. EWS സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കേരള സർക്കാർ മാനദണ്ഡങ്ങളിൽ വ്യത്യാസമുണ്ട്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വരുമാന പരിധി 8 ലക്ഷമാണ്. കേരള സർക്കാരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ 4 ലക്ഷത്തിൽ കുറവ് വാർഷിക വരുമാനമുള്ള മുന്നോക്കത്തിലെ പിന്നോക്കക്കാർക്ക് അപേക്ഷ നൽകാം. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടതിന് 8 ലക്ഷം രൂപയാണ് വരുമാന പരിധി. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വില്ലേജ് ഓഫീസിലാണ് അപേക്ഷ നൽകുന്നതെങ്കിലും താലൂക്ക് ഓഫീസിൽ നിന്നാണ് EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുക. EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് ഏത് ഗ്രൂപ്പിലാണോ താല്പര്യം ആ ഗ്രൂപ്പിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന സ്കൂളിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. EWSന് പ്രത്യേക അപേക്ഷാ ഫോം ഉണ്ട്. അക്ഷയയിൽ നിന്ന് അപേക്ഷാ ഫോം ലഭിക്കും. അതിനോടൊപ്പം ഈ പറയുന്ന രേഖകൾ കൂടി കൊടുക്കേണ്ടതുണ്ട്. SSLC സർട്ടിഫിക്കറ്റ്, പിതാവിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, നികുതി അടിച്ച റെസീറ്റ്, റേഷൻ കാർഡിൻ്റെ കോപ്പി, സ്ഥിര വരുമാനക്കാരുടെ സാലറി സർട്ടിഫിക്കറ്റ്, വിദ്യാർത്ഥിയുടെ ഫോട്ടോ പതിപ്പിച്ച അപേക്ഷാ ഫോം, ആധാർ കോപ്പി ഇത്രയുമാണ് നൽകേണ്ടത്. SSLC സർട്ടിഫിക്കറ്റ് പിതാവിൻ്റെ എന്തായാലും മതി. ഏത് ആവശ്യത്തിനാണ് സർട്ടിഫിക്കറ്റ് വേണ്ടതെന്ന് വില്ലേജ് ഓഫീസിൽ അപേക്ഷിക്കുമ്പോൾ വ്യക്തമാക്കേണ്ടതാണ്. 18 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ രക്ഷകർത്താക്കളാണ് അപേക്ഷ നൽകേണ്ടത്. നിങ്ങൾ മുന്നോക്കത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജനറൽ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ +1 അഡ്മിഷന് വേണ്ടി തീർച്ചയായും EWS സർട്ടിഫിക്കറ്റ് വാങ്ങിവെക്കുക. ഏത് ഗ്രൂപ്പിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടത് ആ ഗ്രൂപ്പിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.